പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. ശ്രീരാമ-സീതാ തത്വം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സാധാരണ മനുഷ്യനാണ് രാമനെന്ന് വിചാരിച്ച് ദുഃഖിക്കേണ്ട, ഭഗവാനാണ് എന്ന് അവിടെ ഈ തത്വം വെളിപ്പെടുത്തുന്നു. രാമനെ ചിന്തിച്ചു ദുഃഖിയായിക ആരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും. തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, ചിത്തം തെളിഞ്ഞു കേട്ടിടുവിൻ ഏവരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാം ആദിനാരായണൻ. ലക്ഷ്മണനായത് അനന്തൻ ജനകജ, ലക്ഷ്മി ഭഗവതി ലോകമായാപരാം. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു, കായഭേദം ധരിക്കുന്നിത് ആത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി. ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരൻ ആദ്യൻ അജൻ പരമാത്മാവ് സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനോ ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് വേദാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. പാഥോനിധിമഥനെ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചത് ഈ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് ഗൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ. നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെക്കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീ പരനിവൻ. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ട് അർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോട് അവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന് അതിഭക്തനായൊരു മഹാബലിയോട് ചെന്ന് അർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുതാവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ച് ധാത്രീഭരം തീർത്ത ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ. വേദ്യനല്ലാത വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ. കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നിത് എന്ന്. അതിൻ കാരണം മന്ധരയല്ല കൈകേയല്ല, ആരും ഭ്രമിക്കായക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജാം. സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ, അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്ന് വിഷാദം കളവിനെല്ലാവരും.
രാമനെ ചിന്തിച്ചു ദുഃഖിയായക ആരുമേ. രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികൾ ഒന്നുമേ സിദ്ധിക്കയില്ല. അതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘുത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ. രാമവിഷയം ഈ വണ്ണം അരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവവചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാന്നിധിയിൽ മുഴുകിനാർ ഏവരും. രാമസീതാരഹസ്യം മുഹുർ ഈ ദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം. രാമദേവങ്ങൾ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്ത് ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിത് പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. ശ്രീരാമൻ വനയാത്രയ്ക്ക് പുറപ്പെടുന്നു. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോടും ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെക്കളഞ്ഞ് ഇനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിയിടിനാൾ അമ്മയും. ധന്യവസ്തുക്കൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താൻ അതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിൽ എന്നുള്ളതറിവാനായി തത്ക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാൻ ഇത് ഗാഠമുടുക്കുന്നത് എന്നുള്ള ചിന്തയാ. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർഷിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവർത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയത് എന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക.
കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്ത് പിരിയാതെ ചിത്തശുദ്ധ്യ ചരിച്ചിടുക എന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോട് ഏവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്രപ്രയാണായ സത്വരം. ഇത്തമുക്ത്വാ രാമഭക്ത്രാംബുജം പാർത്ത് പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ച ഭൂമിയിൽ വീണ് ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമെനിക്കളഞ്ഞിടരുത് ഏതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരും ആകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാർ ഭൂപനും. നിൽക്ക നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാൽ അരുൾ ചെയ്തിത്. നിശ്ചലമായത് ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിത് ഭൂതലേ സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ. താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ഠ തിഷ്ഠ പ്രഭോ രാമാദയാനിധി. ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലിപ്രളപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രളപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്ത് ഇനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ച് ഞാനിനി ഭൂമിയിൽ വാഴുക എന്നതില്ല എന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാർ. അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിത്. പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യതന്നോടും. ശ്രീരാമനും തമസാനദി തന്നെ തീരംഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായി. ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് ആകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു. ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരും. മാനസത്തിങ്കലുറച്ചുമരുവിനാൾ പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യൻ ഉദിച്ചാൽ ഐക്യയുമില്ലിവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്ന് തളർന്ന് ഉറങ്ങുന്നതും ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ. പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേരും ഒരുമിച്ച് തന്നേരം രാഘവന്മാരും ജനകതനൂജയും തേരിലേറിയിടിനാർ ഏതുമറിഞ്ഞില്ല. പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ട് അത് തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം
പെറ്റെന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്ന് കരഞ്ഞ് അതികുണ്ഠിതന്മാരായി പുരിപൊക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ച് അനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാർ ഏവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരെ മരുവീടിനാൻ. ദാശരഥിയം വിദേഹതനോജയം ശിംശപാമൂലെ സുഖേന വാണീടിനാർ. ഗുഹനെ കാണുന്നു ശ്രീരാമൻ. ഗുഹൻ്റെ സൽക്കാരം സ്വീകരിക്കുന്നു. കൂടെ താമസിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഗുഹൻ്റെ സഹായത്തോടെ നദി കടക്കുന്നു. രാമാഗമന മഹോത്സവമെത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ. പക്വമനസ്സോടു ഭക്തീവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യാം. ഭക്തീവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരങ്കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടു ഗുഹനം ഉര ചെയ്തു. ധന്യനായേ നടിയനിന്നു കേവലം നിർണയം നൈഷാദജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദൂഷണഹീനം അധീനമല്ലോ തവാം. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ട് ഇനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ട് അരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ. സൗഖ്യം ഇതിൽ പരമില്ല എനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതത് ഭവാൻ മത്സഖിയല്ലോ. പൂജ്യനാം നീ പരിപാലിക്കാം സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാമുകുടത്തോടും സോദരൻ തന്നാൽ കുശദളാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപ്പസ്ഥലെ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർത്തി പര്യങ്കേ യഥാപുര വാസവും ചെയ്ത് ഉറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നത് കണ്ട് അതിദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ. പർണതൽപേ ഭുവി ദാരുമൂലെ കിടന്ന് അർണോജനേത്രനുറങ്ങുമാറായത്. സ്വർണതൽപേ ഭവനോത്തമേ സത്പുരേ പുണ്യപൂരുഷൻ ജനകാത്മജയോടും
പള്ളിക്കുറുപ്പുകൊള്ളും മുന്നം ഇന്നിഹ പല്ലവ പല്യങ്കസീംനി വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണബോധയായി വന്നിതു കൈകേയി. മന്ദരാചിത്തമാസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികൾ ഇത്തമാഹന്ത സൗമിത്രിയം സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുഃ ജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസ്സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന് ആരും ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവ് ഇതി വൃഥാ തോന്നുന്നിത് അജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്ക് അത് ഏതുമേ. ഞാനിതിനിന്ന് കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാരി ഉദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജകർമ്മവശാഗതം ഒക്കെ ഒന്ന് ഉൾക്കാമ്പുകൊണ്ടു നനച്ചതിൽ യദ്യത് യഥാഗതം തത്ര കാലാന്തരേ തത് ഭുജിച്ച് അതിസ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥം ഓർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെക്കൊണ്ട് നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജം ഏവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയും അല്ലടോ. ദുഃഖമധ്യ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ട് ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുകുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത്തം ഗുഹനം സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചത് സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന് ആശു വണങ്ങിനാൻ. സ്വാമിൻ ഇയം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാസമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിത് തോണിയും. മംഗലാപാംഗിയാം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ. ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞ്
ആദരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ. ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിന് അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലായെങ്കിൽ ഏണാംഗബിംബാനന ജഗതീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ട് മനസ്സി സന്തോഷേണ രാഘവൻ ഏവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധം അരുളിച്ചെയ്തു. ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ. ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വേണ്ടു മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിനാൻ. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.